സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ ആയുധബലം കൊണ്ട് മാത്രം ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ലോകരാജ്യങ്ങളെ അടിമകളാക്കി വച്ചിരുന്ന, സൂര്യൻ അസ്തമിക്കാത്ത മഹാസാമ്രാജ്യം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ ആയുധങ്ങളില്ലാതെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും സഹന സമരം കൊണ്ടും അടിയറവ് പറയിച്ച മഹാനാണ് മഹാത്മാഗാന്ധി. ലോകം ഇന്നും അത്ഭുതത്തോടെയും ആദരവോടെയും ഓർമ്മിക്കുന്ന പേര്. ഭാരതം ലോകത്തിന് സമർപ്പിച്ച ഏറ്റവും മഹത്തായ സമ്മാനം. ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്തായിരുന്നു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൂതനായ ഗാന്ധിജി ജനിക്കുന്നത്. പേര് മോഹൻദാസ്, അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുതലിഭായ്. ശൈശവ വിവാഹം നിലനിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തൻ്റെ 13ാമത്തെ വയസ്സിൽ തന്നെ കസ്തൂർബ ഗാന്ധിയെ അദ്ദേഹം വിവാഹം ചെയ്തു. നാട്ടിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഉന്നത പഠനത്തിനായി ലണ്ടനിലേക്ക് പോവുകയും 1891 നിയമബിരുദം നേടി സ്വദേശത്ത് തിരിച്ചെത്തുകയും ചെയ്തു. പിന്നീട് വക്കീൽ ജോലിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയും അവിടെ ദുരിതം അനുഭവിക്കുന്ന കറുത്ത വർഗക്കാർക്ക് വേണ്ടി നിയമപോരാട്ടം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ട്രെയിൻ യാത്രയ്ക്കിടയിൽ വച്ച് തന്റെ കരണത്തടിച്ച വെള്ളക്കാരന് മറുകരണവും കാട്ടിക്കൊടുത്ത പ്രസിദ്ധമായ ജീവിതാനുഭവം ഉണ്ടായതും ഈ ഒരു കാലയളവിൽ തന്നെയാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ അസംതൃപ്തരായ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന കാലഘട്ടമായിരുന്നു അത്. 1915 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാവുകയും സ്വാതന്ത്ര്യ സമരത്തിന്റെ പങ്കെടുക്കുകയും അതിന്റെ നേതൃനിരയിലെത്തുകയും ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘനം തുടങ്ങിയ വിപ്ലവകരമായ പദ്ധതികൾ അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു. 1917 ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തെ നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം. ആദ്യത്തെ നിരാഹാര സമരം 1918 അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയുമായിരുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹം, 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയ സമരപരിപാടികൾ ജനലക്ഷങ്ങൾ ഏറ്റെടുത്തു. ലോകം അന്നേ വരെ കണ്ടിട്ടില്ലാത്ത സമരമുറകളായിരുന്നു മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ആവിഷ്കരിച്ചത്. ബ്രിട്ടീഷ് അടിത്തറ പ്രകമ്പനം കൊണ്ടു. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. സ്വാതന്ത്ര്യലബ്ധിയുടെ ആഘോഷത്തിനിടയിലും ഭാരത മണ്ണ് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനുമായി വെട്ടിമുറിക്കപ്പെട്ടതിൽ ഏറെ ദുഃഖിതനായിരുന്നു ഗാന്ധിജി. വെട്ടിമുറിക്കപ്പെട്ട മണ്ണിൽ നിന്നും പലായനം ചെയ്യുന്നവർക്കിടയിൽ സമാധാന ശ്രമത്തിൽ കൂടിയായിരുന്നു അദ്ദേഹം. വർണ്ണത്തിന്റെയും മതത്തിന്റെയും പേരിൽ ആൾക്കാർക്കിടയിൽ വിവേചനം നടത്തരുത് എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. താരതമ്യേന ഇത് ഹിന്ദു മതത്തിൽ ശത്രുക്കളെ സൃഷ്ടിച്ചു. 1948 ജനുവരി 30 ബിർള ഹൗസിലെ പ്രാർത്ഥനയോഗത്തിനടുത്ത് വെച്ച് ഗോഡ്സെ എന്ന മത തീവ്രവാദിയുടെ വെടിയേറ്റ് ഗാന്ധിജി രക്തസാക്ഷിയായി. നമ്മുടെ ജീവിതത്തിലെ വെളിച്ചം അണഞ്ഞുപോയി എന്നാണ് ഗാന്ധിജിയുടെ മരണത്തെ നെഹ്റു വിശേഷിപ്പിച്ചത്. നല്ലവനായി ജീവിക്കുക എന്നത് ഏറെ അപകടകരമാണ് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതും ഗാന്ധിജിയുടെ ജീവിതത്തെ സംബന്ധിച്ചാണ്. പ്രിയപ്പെട്ടവരെ, അഹിംസ ജീവിത ദർശനമാക്കുകയും എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ആ മഹാന്റെ ജീവിതം നമുക്കെന്നും ഒരു പാഠപുസ്തകമാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി മാറിയതും ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായതും. ആ ജീവിതം മാതൃകയാക്കാനുള്ള ഒരു എളിയ ശ്രമമെങ്കിലും നാം ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധിയെ കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ഏതാനും വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാക്കുകൾ ചുരുക്കുന്നു. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും
സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രതിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരെ എൻ ഗുരുവിൻ നികടത്തിൽ, അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രം വൈകുവിൻ. നന്ദി, നമസ്കാരം.